മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് അത്യന്തം ഭയാനകമായ വാർത്തകളാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുകയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ അതിശക്തമായ അയൺ ഡോം ഡിഫൻസ് ഫെസിലിറ്റി ഇതുപോലും തകർത്ത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ജനവാസ മേഖലയിൽ പതിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഈ ഒരു വാർത്ത നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് കേവലം ഒരു വിദേശ യുദ്ധ വാർത്തയല്ല. കാരണം ഇറാന്റെ മിസൈലുകൾ ചെന്നത് ഇസ്രായേലിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡിമോണ നഗരത്തിലാണ്. അവിടെ നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അതീവ രഹസ്യമായ ന്യൂക്ലിയർ റിയാക്ടർ തൊട്ടടുത്താണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നത് ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. എന്താണ് ഡിമോണയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ നഗരത്തെ ഇസ്രായേലിലെ മഹാരാഷ്ട്ര എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇറാൻ ഈ ഇന്ത്യൻ നഗരത്തെ ലക്ഷ്യം വെച്ചത്? ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മൂവ്മെന്റ് എന്താണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ഡിമോണയിലെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഇറാന്റെ ക്രൂരമായ ആ മിസൈൽ ആക്രമണം ഡിമോണയിലും പരിസര പ്രദേശമായ എറാദിലും ഉണ്ടായത്. ഇസ്രായേലിന്റെ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയാണിത്. ഇറാൻ ലക്ഷ്യം വെച്ചത് ഈ ആണവ നിലയമായിരുന്നുവെങ്കിലും മിസൈലുകൾ വന്ന് വീണത് സാധാരണക്കാർ താമസിക്കുന്ന വീടുകളിലാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 47 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകുന്ന വിവരമനുസരിച്ച് ഇറാൻ വിക്ഷേപിച്ച 100 കണക്കിന് ഡ്രോണുകളിലും മിസൈലുകളിലും ഒന്നാണ് ഡിമോണയിലെ ജനവാസ മേഖലയിൽ പതിച്ചത്. ഈ നഗരം ഇസ്രായേലിനെ സംബന്ധിച്ച് ടോപ്പ് സീക്രട്ട് ആണ്. കാരണം ഇസ്രായേലിന്റെ നെഗെവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിന്റെ പക്കൽ അണ്വായുധമുണ്ടോ എന്ന ലോകത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിരുന്ന നിൽക്കുന്ന ഒരു ആണവ നിലയത്തെ തകർക്കാനായിരുന്നു ഇറാന്റെ പ്ലാൻ. എന്നാൽ ലക്ഷ്യം തെറ്റിയ മിസൈലുകൾ സാധാരണക്കാരുടെ വീടുകളിലും തെരുവുകളിലും പതിക്കുകയായിരുന്നു. ഈ സംഭവം ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്നും നമ്മുടെ ഭാവി സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിലെ ഏറ്റവും കഠിനമായ വൈകുന്നേരമാണ് എന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ ആക്രമണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ഡിമോണയെ നമ്മൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? എന്താണ് ഈ ഒരു നഗരത്തിന്റെ ഇന്ത്യൻ കണക്ഷൻ? ഡിമോണയെ വിളിക്കുന്നത് തന്നെ ലിറ്റിൽ ഇന്ത്യ ഇൻ ഇസ്രായേൽ എന്നാണ്. ഈ നഗരത്തിലെ ജനസംഖ്യയുടെ 30% വരുന്നത് ഇന്ത്യൻ വംശജരായ ജൂതന്മാരാണ്. അതിൽ ഭൂരിഭാഗവും നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് 1950കളിലും 60കളിലും കുടിയേറിയവരാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് കുടിയേറിയ ബെനെ ഇസ്രായേൽ സമൂഹമാണ് ഈ ഒരു നഗരത്തെ കെട്ടിപ്പടുത്തത് എന്ന് പറയാം. മുംബൈയിൽ നിന്നും കൊങ്കൺ മേഖലയിൽ നിന്നും പോയി ഏകദേശം 30,000-ഓളം ജൂതന്മാർ ഇന്ന് അവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ഡിമോണയിലെ തെരുവുകളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അവിടെ മറാഠി ഭാഷ സംസാരിക്കുന്നവരെ കാണാം. തെരുവുകളിൽ ഭേൽപൂരിയും ഗുലാബ് ജാമുനും പാനിപൂരിയും ഒക്കെ വിൽക്കുന്ന കടകൾ കാണാം. അവർ അവിടെ ഗണേശ ചതുർത്ഥി ആഘോഷിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിലെത്തിയ ഫീൽ തന്നെയാണ് ഈ ഡിമോണയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഈ മിനി മഹാരാഷ്ട്രയിലേക്കാണ് ഇറാന്റെ മിസൈലുകൾ വന്ന് വീണത് എന്നത് ഓരോ ഇന്ത്യക്കാരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിലവിൽ അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വലിയ പേടിയിലുമാണ്. പലരും ബങ്കറുകളിലാണ് അഭയം തേടിയിരിക്കുന്നത്. സാഹചര്യം ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. എങ്കിലും ഞങ്ങൾ പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് ഡിമോണയിലെ ഒരു ഇന്ത്യൻ വംശജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. യുദ്ധം വെറും മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാൻ നൽകിയ പ്രഹരത്തിന് പകരമായിട്ട് ഇറാനിലെ പവർ പ്ലാന്റുകളും എനർജി സെന്ററുകളും തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ട്രംപിന്റെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ ചാരമാക്കും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ട്രേഡ് റൂട്ടാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. ഇത് ഇറാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഇന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ക്രൂഡ് ഓയിൽ വില ബാരലിന് $113 കടന്നിരിക്കുന്നു. ഇത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കാൻ കാരണമാകുമെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണ്. ഏകദേശം 93.94 രൂപയിലാണ് ഡോളറിനെതിരെ രൂപയുടെ ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത്. നമുക്കിനി ചില പ്രധാന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫെയിലായി എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് കരുതുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഇസ്രായേലിന് എങ്ങനെ ഡിമോണയിൽ പിഴച്ചു എന്നുള്ള ഒരു സംശയം. IDF തന്നെ സമ്മതിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ സാങ്കേതികമായ ചില പിഴവുകൾ പറ്റിയെന്നാണ്. ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട്. ഇറാന്റെ പുതിയ സൈബർ അറ്റാക്ക് ആണോ ഇസ്രായേലിന്റെ റഡാറുകളെ ഇരുട്ടിലാക്കിയത് എന്ന സംശയമുണ്ട്. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ ചരിത്രത്തിലെ കറുത്ത പാടായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തേത് ന്യൂക്ലിയർ റിസ്ക് ആണ്. അതായത് ഇസ്രായേലിന്റെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് അരികിലായിട്ടാണ് ഈ ഒരു മിസൈൽ വീണത്.
ആണവ നിലയത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് IAEA സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും ഒരു ചെറിയ മാറ്റം മതി ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായി ഇത് മാറാൻ. ഇനി ഇറാൻ ലക്ഷ്യം വെച്ചത് ഡിമോണയിലെ റിയാക്ടർ തന്നെയായിരുന്നു. അത് ഹിറ്റ് ആയിരുന്നുവെങ്കിൽ ഒരു റേഡിയോളജിക്കൽ ഡിസാസ്റ്റർ തന്നെയായിരുന്നേനെ. അതിന്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങില്ലായിരുന്നു. മൂന്നാമതായിട്ട് ഇന്ത്യയുടെ നിലപാടാണ്. ഇറാൻ നേതൃത്വവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും സമാധാനം കൊണ്ടുവരണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിലെ ഇന്ത്യൻ വംശജരുടെ സുരക്ഷയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. ഏകദേശം 80,000 ഇന്ത്യൻ വംശജരായ ജൂതന്മാർ ഇസ്രായേലിലുണ്ട്. അതിൽ പകുതിയോളം ഡിമോണയുമായി ബന്ധപ്പെട്ടവരാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ഇസ്രായേൽ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ അജയ് പോലുള്ള ഒരു വലിയ രക്ഷാപ്രവർത്തനം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏത് നിമിഷവും ഒരു വലിയ തിരിച്ചടി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. ഡിമോണയിലെ നമ്മുടെ സഹോദരങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യക്കാരും എംബസിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. യുദ്ധം ആർക്കും ഒന്നിനും ഗുണകരവുമല്ല, ഒന്നിനും പരിഹാരവുമല്ല. അത് നാശവും ദാരിദ്ര്യവും മാത്രമേ നൽകൂ. ട്രംപിന്റെ ആ ഒരു 48 മണിക്കൂർ ഡെഡ് ലൈൻ അവസാനിക്കാൻ ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇറാൻ പിന്മാറുമോ അതോ ലോകം ഒരു മഹായുദ്ധത്തിലേക്ക് പോകുമോ? കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.